നമസ്കാരം. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ ചർച്ചാ വിഷയമാണ് ബിഷപ്പ് രേണുസുതി കിച്ചു പ്രശ്നമൊക്കെ അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അപ്പം ഒരുപാട് റിയാക്ഷൻ യൂട്യൂബ് ചാനലുകാർ ബിഷപ്പിനെ തെറി പറഞ്ഞിട്ടും അനുകൂലിക്കുന്ന ആൾക്കാർ വളരെ കുറവുള്ളൂ. ബിഷപ്പിൻ്റെ ഭാഗത്താണ് തെറ്റ്, അങ്ങനെയാണ്, കിച്ചുവാണ് ശരി, രേണുസുതിയാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തതാണ്. ഇന്നൊരു സ്ത്രീ വന്നിട്ടുണ്ട്. എവിടുത്തെ കാര്യമാണ്, ഏത് നാട്ടുകാരിയാണെന്നുള്ളത് അറിയില്ല. ഒരു കറുത്തിട്ട് ഇരുന്നിട്ടൊരു സാധനം, കണ്ട ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ ലുക്കാണ്. അപ്പോൾ ഇവർ വന്നിട്ട് എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛനാണ് എല്ലാത്തിൻ്റെ പ്രശ്നം, അച്ഛനാണ് രേണുസുതിയുടെ വീട്ടിൽ നിന്നുള്ള അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. അപ്പം അച്ഛനെ നേരാക്കാനായിട്ടാണ് ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു സ്ത്രീ, നിങ്ങൾ എന്ത് അന്തമില്ലാത്ത വർത്തമാനമാണ് പറയുന്നത്. നിങ്ങളുടെ വർത്തമാനത്തിന് നിങ്ങളെ ശരിക്കും സോഷ്യൽ മീഡിയ തെറി പറയണം വേണ്ടിയോ. നിങ്ങൾ രാവിലെ ഇപ്പോൾ വന്ന് പറഞ്ഞല്ലോ, ഞാൻ രണ്ടും കൽപ്പിച്ച് വരുവാണ്, തെറി പറയാനായിട്ട് വന്നതാണ്, അച്ഛനെ തെറി പറയാനായിട്ട് അല്ലേ, ബിഷപ്പിനെ തെറി പറയാനായിട്ട് വന്നതല്ലേ. എന്നിട്ട് എന്തായി? എന്നിട്ട് നിങ്ങളുടെ സംയമനം പാലിച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അച്ഛനെ നന്നാക്കാൻ വന്നിട്ട് അച്ഛൻ നന്നാകുമോ? അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ സ്റ്റാൻഡേർഡുള്ള ഒരു മനുഷ്യനാണ്. അതല്ലാതെ നിങ്ങൾ അച്ഛനെ പറഞ്ഞ് അങ്ങോട്ട് മനസ്സിലാക്കേണ്ട ഒരു ഗതികേടൊന്നും അച്ഛന് വന്നിട്ടില്ല, ബിഷപ്പിന്. പിന്നെ നിങ്ങൾ ബിഷപ്പിനോട് പറയുന്നുണ്ട് ലോഹ ഊരി മാറ്റിയിട്ട് തൊഴിലുറപ്പിന് പോകാൻ പറയുന്നുണ്ട്. അതിന് ബിഷപ്പിൻ്റെ മുകളിൽ ബിഷപ്പിനെ മാറ്റണോ, ബിഷപ്പിൻ്റെ സ്ഥാനത്ത് നിർത്തണമെന്ന് തീരുമാനിക്കാനുള്ള ആളുകൾ വേറെ ഉണ്ട്. ബിഷപ്പിൻ്റെ മേലധികാരികളുണ്ട്. എന്തായാലും നമുക്ക് ഈ സ്ത്രീ പറയുന്നത് കേൾക്കാം. അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല പോയിന്റ് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ സമൂഹം തിരിച്ചു വരുന്നത്. അതോട് നമ്മൾ അടിമുടി തകരും. പിന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രേണുസുതി ബിഷപ്പ് പ്രശ്നങ്ങൾ, അതായത് ഒരു 4-5 മാസം മുമ്പ് വരെ, ഒരു 10 മാസത്തിനുള്ളിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് നിങ്ങൾ ആ ബിഷപ്പ് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ അച്ചാരം തെറി വിളിക്കുന്നത് ആരെ, നമ്മുടെ രേണുവിനെ ചീത്ത വിളിക്കുന്നത്, രേണുവിനെ പറ്റിയിട്ട് പറയാൻ പാടില്ലാത്ത സകല വൃത്തികേടുകളും പറയുന്നുണ്ട്. പുള്ളിയാണ് ആക്ച്വലി രേണുസുതിയുടെ ഈ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നതും അത് മറ്റുള്ളവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള ഒരു ഇടവേള എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന പുള്ളിയാണ്. ഈ പുള്ളിനെ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ പുള്ളി സസന്തോഷം മുന്നിൽ ചെന്നിരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പുള്ളി രേണുസുതിയെ പറ്റി പറയാൻ പറ്റുന്ന അത്രയും എന്താ പറയുക അപവാദങ്ങൾ മുഴുവൻ പറയുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ പുള്ളി വന്നിരുന്നത് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ബിഷപ്പുമാരെയൊക്കെ ജോലി എന്താണെന്ന് നമ്മൾ സാധാരണക്കാർ പുള്ളിയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് തോന്നുന്നു. കാരണം ഞാനൊരു കാര്യം പറയും, ഈ പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. കാരണം 2 തരത്തിൽ സംസാരിക്കും. പുള്ളിക്കൊരു നിലപാടില്ലാത്ത ആളാണ്. ആ പുള്ളി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചോദിക്കില്ലേ, നീ ഇപ്പോൾ പ്രാർത്ഥിച്ചത് പിന്നെയും പ്രാർത്ഥിക്കുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചോദിക്കും, നീ ഇപ്പോൾ പ്രാർത്ഥിച്ചത് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഓർച്ച് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ആ ഒരവസ്ഥയാണ്. അപ്പോൾ നിലപാടില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിഷപ്പിൻ്റെ ജോലി എന്താണ്? പരദൂഷണം പറയുകയാണോ, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കൈകടത്തുകയാണോ? എനിക്കറിയില്ല. ഒരു ബിഷപ്പ്, എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സഭയിലെ ഒരു മുതിർന്ന വ്യക്തി, അല്ലെങ്കിൽ ബിഷപ്പ് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു സ്ഥാനമുള്ള ആളാണല്ലോ. ആ പുള്ളി കുർബാന കൊള്ളുക, സഭയെ കുറച്ചും കൂടി മുന്നിലേക്ക് കൊണ്ടുപോകാൻ, അതായത് കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആൾക്കാരുമായിട്ട് നല്ല ഇടപെടുക, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥന ചെയ്യുക, കുടുംബങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, പിന്നെ എന്താ പറയുക, മാമോദിസ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു പള്ളിയിൽ എന്തെല്ലാം കാര്യം വരുന്നുണ്ട്. ഒരു പള്ളി നിങ്ങൾ എന്ത് മാങ്ങാത്തോലിയെ പറയുന്നത്? ബിഷപ്പിൻ്റെ സ്ഥലത്തിന് പിന്നെ ബിഷപ്പിന് അധികാരമില്ലേ? നിങ്ങൾ എന്ത് തേങ്ങ, ഞാൻ വരെ തെറിയും ഞാൻ പറയും, തേങ്ങാക്കൊലയാണ് നിങ്ങൾ പറയുന്നത്. ബിഷപ്പ് 7 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിഷപ്പ് അത് പരസ്യമായിട്ട് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ബിഷപ്പിനെ അറിയാം, ബിഷപ്പ് കൊടുത്ത വിവരങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഇപ്പം സോഷ്യൽ മീഡിയ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണുസുതിനാണ്. രേണുസുതിൻ്റെ കണ്ടന്റ് രേണുസുതി ഭരിച്ചിട്ട് അങ്ങനെ ബിഷപ്പിനെ നാറ്റിച്ചു. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബിഷപ്പ് രേണുസുതിനെ തെറി പറഞ്ഞത്. ബിഷപ്പാകുമ്പോൾ വരെ വിളിച്ച അവളാണ് ഈ രേണുസുതി. രേണുസുതി അത്ര നല്ല ആളൊന്നുമല്ല. പിന്നെ ഇപ്പോൾ രേണുസുതിയോട് ഇപ്പം നിങ്ങൾ തൽക്കാലം സ്നേഹം കാണിക്കുന്ന വെച്ചാൽ അവരുടെ അസുഖം ഒക്കെ വെച്ചിട്ടാണ്. മനസ്സിലായില്ല? പിന്നെ ഈ 7 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 7 സെൻറ്റ് സ്ഥലത്തിന് കിച്ചുവും ഋതപ്പനും അവകാശമാണെന്ന് പറയുന്നല്ലോ. എന്നാൽ ഈ ഋതപ്പൻ്റെ പേരിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഋതപ്പന് 18 വയസ്സ് തികയുന്നത് വരെ ആ സ്ഥലം ഒരു മനുഷ്യന് കയ്യാവകാശം ചെയ്യാൻ പറ്റില്ല, ക്രയവിക്രയം നടത്താൻ. അതായത് സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലക്കച്ചവടം നടത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അച്ഛൻ അത് ആധാരം എഴുതി രജിസ്റ്റർ തയ്യാറാക്കിക്കുന്നത്. അപ്പോൾ അച്ഛനറിയാം അവിടെ എന്താ കാര്യങ്ങളൊക്കെ എന്നുള്ളത്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അച്ഛനറിയാം. അവിടെ ഇടയിടെ ഓരോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അച്ഛൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി ഇവർക്ക് തല തെറിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമോശം വന്നിട്ട് ഇവർ അഥവാ ഈ സാധനങ്ങൾ ഈ സ്ഥലം കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ പണിയായില്ലേ.
പിന്നെ എന്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അച്ഛനാണ് ഇതിൽ ചോദ്യം വരുന്നത് അച്ഛനോടാണ്. മനസ്സിലായില്ലേ? നീ എന്ത് നാറിയ വർത്തമാനം പറയുന്നത്? വർത്തമാനം പറയാൻ പിന്നെ നീയാണ് അച്ഛനോട് നാണം ഉണ്ടോ എന്ന് ചോദിക്കും. നിനക്കെന്ത് നാണം ഉള്ളത്? ഒരു 5 സെൻറ്റ് സ്ഥലം, ഒരു 2 സെൻറ്റ്, ഒരു തുണ്ട് ഭൂമി കൊടുത്തിട്ട് വർത്തമാനം പറയാൻ കുഴപ്പമില്ല. വെറുതെ കുണുകുണാന്ന് പറയരുത്. കുറേ ദിവസമായി സോഷ്യൽ മീഡിയയും യൂട്യൂബർമാരെല്ലാം അച്ഛനായിട്ട് അലക്കുന്നത്. നമ്മളത് കഴിയുന്നത് മിണ്ടാണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? മിണ്ടാതിരിക്കുകയാണ്. അച്ഛൻ ആരെയും കൊലപാതകത്തിന് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കാനൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. കിച്ചുവിൻ്റെ ഭാഗത്ത് തെറ്റ് ഉണ്ടെന്ന് അച്ഛൻ എന്തോ തോന്നി, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു കിച്ചു ശരിയല്ല, അത് കിച്ചുവിന് അകറ്റി നിർത്തില്ല, കിച്ചിനോട് ഉപദേശിക്കുകയാണ് ചെയ്തത്. അവൻ മാന്യമായ രീതി ജോലി ചെയ്തിട്ട് അവൻ ജീവിക്കട്ടെ, അവന് അവിടെ കയറി കിടക്കാൻ സ്ഥലമുണ്ട്, വീടുണ്ട്, റൂമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ കൂടനായി പറയുന്നത് മയിര് ഇവിടെ സോഷ്യൽ മീഡിയ വന്നും കണ്ട് എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ട് പറയും. ആൾക്കാർ ഒരാൾ പറയുന്നതനുസരിച്ച് സോഷ്യൽ മീഡിയയിലെ യൂട്യൂബർമാരെ ഒരാൾ തെറി പറയാൻ പറ്റും, ബാക്കിയുള്ള എല്ലാവരും തെറി പറയുക തന്നെയാണ്. ഇതെന്താ? പിന്നെ നീ അച്ഛനെ തൊഴിലുറപ്പിന് കൊണ്ടുവരാനെ? നിനക്ക് തൊഴിലുറപ്പ് പണിയെങ്കിൽ നീ അത് പോയി ചർച്ചാൽ മതി. വെറുതെ കുണുകുണാന്നുള്ള വർത്തമാനം പറയണ്ട. നീ തെറി പറയാനായിട്ട് അച്ഛനെ തെറി പറയാനായിട്ട് വന്നതാണ് നീ. എന്നിട്ട് നീ നിന്റെ പിന്നെ എന്താ പറയുന്നത്, നിന്റെ ക്ഷമ പരീക്ഷിച്ച് നിന്നെ നിർത്തിയാണ്. കോപ്പിലെ വർത്തമാനം പറയാൻ നിൽക്കരുത്. എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ട് വർത്തമാനം പറയും. ആദ്യം രേണു സുധി തന്നെയാണ് ഈ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ പ്രചരിച്ച് അങ്ങനെ ഉണ്ടാക്കിയത്. അതിന് ശേഷമാണ് അച്ഛൻ പിന്നെ ഇതിപ്പം വല്ലാതെ ഈ യൂട്യൂബർമാരൊക്കെ എടുത്ത് പ്രചരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അച്ഛൻ കൊടുത്ത സ്ഥലത്തിൻ്റെ കണക്ക് പറഞ്ഞത്. മനസ്സിലായില്ലേ? വെറുതെ വർത്തമാനം പറയല്ലേ, ബാക്കിയും കൂടി കേൾക്കാം നമുക്ക്. ആയിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല. പകരം വരെ തൊഴിലുറപ്പിലോ കുടുംബശ്രീയിലെ വല്ല സെക്രട്ടറി പ്രസിഡന്റോ ആയിരിക്കേണ്ട വ്യക്തിയാണ്. കാരണം അപ്പം അതിനുള്ള സകല കഴിവും ഈ പുള്ളിക്കുണ്ട്. പുള്ളിയുടേതായ പണിയെടുക്കാൻ പുള്ളിക്കില്ല. പുള്ളി പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ എന്തോന്ന് ഉത്തരവാദിത്തം? രേണുസുധിയുടെ കുടുംബത്തിൽ കയറി കൈയാൾ ആടുക, അല്ലെങ്കിൽ ആ പെണ്ണ് പറയുന്നത് വെള്ളം തൊടാതെ തൊണ്ട വിഴുങ്ങിയിട്ട് ഇത് ഛർദ്ദിക്കലോ? ഇതാണോ ഒരു അച്ഛൻ്റെ ജോലി? എനിക്കറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ, നിങ്ങൾ ദാനം ചെയ്ത ഭൂമി ഈ വർഷം ഒന്ന് കഴിഞ്ഞല്ലോ. ഞാൻ കൊടുത്ത ഭൂമി 5 ചോദിച്ചെടുത്ത് 7 കൊടുത്തു. സാധാരണ കയ്യിൽ പുരോഹിതന്മാർ പറയുന്നൊരു വാക്കാണ് വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല എന്ന്. ഓട്ടെ, നിങ്ങൾ വലം കൈ കൊടുത്ത് ഇടം കൈ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, അങ്ങ് വിദേശ രാജ്യങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിഞ്ഞു, നിങ്ങളുടെ ബന്ധുക്കൾ അറിഞ്ഞു, നിങ്ങളെ ആരാധിക്കുന്നവർ അറിഞ്ഞു, അങ്ങനെ എല്ലാവരും പറഞ്ഞു ശരി ഓക്കെ സമ്മതിച്ചു. നിങ്ങളൊരു മനസ്സിൽ പുണ്യ എന്താ പറയുക, നിങ്ങളൊരു നല്ലൊരു മനുഷ്യനാണ്, മനസ്സിൻ്റെ ഉടമയാണ്, നിങ്ങളൊരു മാലാഖയാണ്, ശരി സമ്മതിച്ചു, നിങ്ങളെല്ലാം ചെയ്തു, ഈശ്വരൻ്റെ പുത്രനാണ്, എല്ലാം സമ്മതിച്ചു. ആ പേരും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കോലാഹലം ഉണ്ടാക്കാൻ നാണമില്ലയപ്പാ. അറിയാൻ വേണ്ടി വയ്ക്കുകയാണ്. ബിഷപ്പ് നാണോ മാനോ ഇല്ലേ? ബിഷപ്പിൻ്റെ കാര്യം നോക്കൂലേ? ഇപ്പം ബിഷപ്പ് പറയുന്നുണ്ട് രേണുസുധിക്ക് അസുഖമായപ്പോൾ അവർ കുടുംബത്തോട് വന്ന് മാപ്പരെന്നോ ചോദിച്ചോ, നിങ്ങൾ മാപ്പ് കൊടുത്തു, അവിടം വരെ ഓക്കെ. അവർ വിളിച്ചത് പ്രകാരം ഒഫീഷ്യലി എന്നെ വിളിച്ചത് പ്രകാരം പറയാൻ ബിഷപ്പിന് എന്താ അവകാശം? ബിഷപ്പിൻ്റെ കാര്യം നോക്കിയപ്പോൾ ഒരു കാര്യവുമില്ലാതെ ബിഷപ്പ് എന്തിന് മറ്റൊരാളുടെ ലൈഫിൽ കയറി ഇൻ്റർഫിയർ ചെയ്യണം? അതുപോലെ തന്നെ ബിഷപ്പ് ഇപ്പോൾ പറയുന്നത് ഞാൻ ആ കൊച്ചിനെ തേജോവധം ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇടപ്പം കഴിഞ്ഞ ഇൻ്റർവ്യൂവിലല്ലേ ഇയാൾ പറഞ്ഞത് രാഹുൽ ദാസ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ ആളെ വെച്ച് വീഡിയോ കൊടുപ്പിക്കുന്നു. ഇപ്പോൾ പറയണേ എന്നെ ആൾക്കാർ ഈ വീഡിയോ ചെയ്യാൻ തയ്യാറാണ്, ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയല്ലേ പറയും ഞാൻ ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വരണ്ട, ഈ ഭാഗത്തേക്കായിട്ട് ഞാൻ ദാനം ചെയ്ത വീടാണ്. അപ്പോൾ നിലപാടില്ലാത്ത ഒരു മഹാവ്യക്തിയാണ് താങ്കൾ. സത്യം പറഞ്ഞാൽ ആ ഒരു കുപ്പായത്തിനകത്തോ ആ സഭയിലോ ഇരിക്കാൻ യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇത്രയെങ്കിലും പറയണം. അനാവശ്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പറയാൻ ആഗ്രഹമുണ്ട്, കളിയാക്കി പറയണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. പക്ഷെ വേണ്ട, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, പ്രായത്തിന് റെസ്പെക്റ്റ് ചെയ്യണം, ആ കുപ്പായത്തിന് റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് പറയാണ്. അച്ഛൻ സ്വയം ഇതൊക്കെ മനസ്സിലാക്കി തിരുത്തി അച്ഛന് പോയാൽ അച്ഛന് കൊള്ളാം. അല്ലെങ്കിൽ അച്ഛൻ ആ പട്ടം ഉപേക്ഷിച്ച് തൊഴിലുറപ്പിന് ചേർന്നായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, കുറച്ച് കാര്യങ്ങൾ ഈസിയാണ്. അതുപോലെ തന്നെ അച്ഛൻ ഈ കൊടുത്ത വസ്തുവിൻ്റെ അധികാരത്തെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോഴും അധികാരമുണ്ട് എന്നുള്ള രീതിയിലല്ല അച്ഛൻ സംസാരിക്കുന്നത്. ഒരു മിനിറ്റ് ഞാനിപ്പോൾ പറയാം കേട്ടോ. താഴേക്ക് നാപ്പെട്ട് ഞാൻ ദാനം കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന അച്ഛൻ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ചെറിയ തോതിലൊന്ന് റിസർച്ച് ചെയ്തു. അപ്പം അച്ഛൻ പറഞ്ഞത് ഞാൻ ഇഷ്ടദാനം നൽകിയതാണ് എന്ന് പറയുന്നുണ്ട്. ഇഷ്ടദാനം നൽകിയത് അച്ഛൻ്റെ അച്ഛൻ സ്വന്തം ഇഷ്ടത്താൽ കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്ന ആ വസ്തുവിന് ഇപ്പോൾ പൂർണ്ണ അവകാശം ആർക്കാണ്? കിച്ചുവിനും ഋതപ്പനുമാണ്. എന്തെങ്കിലും കണ്ടീഷൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വസ്തു അച്ഛന് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടീഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇന്ന പ്രശ്നം കൊണ്ട് എനിക്ക് തിരിച്ചു വാങ്ങാം, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ. മനുഷ്യത്തി പറയുന്നത് അച്ഛനെ ഇവരുടെ കാര്യങ്ങൾ, ഇവരെ ഈ കൊല്ലം സുധീനെ കുടുംബത്തെ പറ്റി അച്ഛൻ അറിഞ്ഞിരുന്നില്ല. അച്ഛൻ അവിടുത്തെ ആരുടെ ഈ 24 ശ്രീകണ്ഠൻ നായരുടെ വാക്കിൻ്റെ പ്രകാരം ഇവരെ പോയി കാണുകയും
അപ്പോൾ ഈ അച്ഛൻ ഒരുപാട് ആൾക്കാർക്ക്, ഇവർക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് അച്ഛൻ സഹായം ചെയ്തിട്ടുണ്ട്. അവരുടെ ഒന്നും അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവരുടെ മാത്രം വിളിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതുപോലുള്ളൊരു സൈസ് ആയതുകൊണ്ട്. തള്ളയും കണക്കാണ്, മകനും കണക്കാണ്. രേണുസുദീപിൻ്റെ രണ്ടാമമ്മയെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഇവർ തന്നെ വെളിച്ചത്ത് കൊണ്ടുവന്നു. അച്ഛനെ ഇവർ, ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ കളിയാക്കിയത് ഇവർ, നിങ്ങളോട് ഞാൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ വന്നപ്പം അച്ഛന് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞാണ് ഞാൻ 7 സെൻറ്റ് കൊടുത്തു എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും 7 സെൻറ്റ് കൊടുക്കുമോ? നിങ്ങൾ 1 സെൻറ്റ് ഭൂമി കൊടുത്തിട്ട് സംസാരിക്കുകയാണ്, കുഴപ്പമില്ല. പിന്നെ നിങ്ങളിപ്പോൾ രണ്ടാമതും എടുത്ത് അലക്കുന്നതിൻ്റെ കാര്യം നിങ്ങളോട് ഞാൻ ആദ്യം ഒരു വട്ടം പറഞ്ഞാണ്. അവിടെ ഈ ഭൂമി കൊടുക്കുമ്പോൾ അച്ഛൻ ഇന്ന കരാറൊക്കെ വെച്ചിട്ടാണ് അത് പിന്നെ എഴുതി കൊടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് ഭൂമി കൊടുത്തത്, മനസ്സിലായോ? പിന്നെ നിങ്ങളിത് രണ്ടാമത് ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങൾക്കൊക്കെ ബോധം ഉണ്ടായ? നിങ്ങൾ 10 രൂപ കൊടുത്ത് സഹായിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമി കൊടുത്ത് സഹായിച്ചിട്ട് വർത്താനം പറയുകയാണെങ്കിൽ രസമുണ്ട്, മനസ്സിലായല്ലോ? പിന്നെ നിങ്ങൾ ബിഷപ്പിൻ്റെ കുപ്പായ ഊരിക്കാൻ നിങ്ങളാണോ ബിഷപ്പിന് കുപ്പായം അടിച്ചു കൊടുത്തത്? ബിഷപ്പിൻ്റെ കുപ്പായം ലോഹ, മനസ്സിലായോ? നീ എന്താണ് ഈ പറയുന്നത്? പറയുന്നതിന് ഒരു ന്യായം വേണം. ഈ അച്ഛനും പിന്നെ മെത്രാനൊക്കെ ആകുക, അല്ല ബിഷപ്പൊക്കെ ആകുക എന്ന് വെച്ചാൽ വെറുതെ കയറി ഒരു കുപ്പായം എടുക്കല്ല. 15-20 കൊല്ലം പഠിച്ചിട്ടാണ് അവർ അച്ഛനും ഇതൊക്കെ ആകുന്നത്. അതിൻ്റേതായ രീതികൾ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലായല്ലോ? ഈ അടുത്ത് 2 ദിവസം മുന്നേ എടുത്ത് അച്ഛനെ ഫോൺ വിളിച്ച് ചോദിക്കുന്നത് അച്ഛൻ്റെ നമ്പർ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ വേറെ യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടാണ്. അച്ചാക്കുച്ചു പാവമല്ലേ, മറ്റേ മറിച്ചതല്ലേ, അവൻ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ? അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇവർ ചൊകഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, കിച്ചുവിൻ്റെ വീട്ടിലോട്ട് അല്ല രേണുസുധിയുടെ വീട്ടിലോട്ട് പോയി വിളിച്ചു ചോദിച്ചു. അത് കേൾക്കേണ്ട വലിയ ആവശ്യമുണ്ടോ? ഇതിന് അച്ഛനുമായിട്ട് സംസാരിക്കുന്ന കോൾ റെക്കോർഡിങ് ആക്കിയിട്ട് അച്ഛൻ പുറത്ത് ആർക്കോ ഇവർ അയച്ചു കൊടുത്തു. എന്തായാലും അച്ഛനിപ്പോൾ അവരുടെ പേരിൽ പിന്നെ കോടതിയിലൊക്കെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മര്യാദയ്ക്ക് വർത്തമാനം പറയുന്നത് ആലോചിച്ച് സംസാരിച്ച് വർത്തമാനം പറഞ്ഞോളൂ കേട്ടോ, മനസ്സിലായില്ലേ? പറയണം, ഇല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും നിനക്കൊക്കെ. തൊഴിലുറപ്പില്ല, ഒരു കോപ്പും ഉണ്ടാകത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ പറയാനുള്ളതൊക്കെ അച്ഛൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് അച്ഛനോട് ഉള്ള ബഹുമാനം വെച്ചിട്ട് അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞു. അച്ഛനോട് ഞാൻ വളരെ സോഫ്റ്റായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് ബിഷപ്പിനോട്. അപ്പോൾ ബിഷപ്പ് ഇനി ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സഹായം ചെയ്യുമ്പോൾ ഈ കിച്ചു രേണുസുധീനെ പോലുള്ള ആളുകൾക്കൊക്കെ സഹായം ചെയ്യുമ്പം അതിൻ്റെ ഒന്ന് ആലോചിച്ചിട്ട് സഹായം ചെയ്യാം. അച്ഛനോട് മാത്രമല്ല, സാധാരണക്കാരോട് കൂടി പറയുന്നത്. ആരെങ്കിലും ഒരു തുണ്ട് ഭൂമി ആർക്കെങ്കിലും വെറുതെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവരുടെ ഡീറ്റെയിൽസും ഹിസ്റ്ററികളും അറിഞ്ഞതിൻ്റെ ശേഷം മാത്രം കൊടുക്കുക. അതിലെ പാലും വെള്ളത്തിൽ പണി കിട്ടും, മനസ്സിലായില്ലേ? അച്ഛനോട് എനിക്ക് ബഹുമാനം തന്നെ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ അച്ഛൻ്റെ ഭാഗം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ ആ സത്യം തെളിയിക്കണം. ഇപ്പം ഇന്ന് രാവിലെ ശ്രീതു എന്ന് പറഞ്ഞിട്ട് ഈ രേണുവിൻ്റെ ഒരു കൂട്ടുകാരി, അവളുടെ ഒരു ചാനലിൽ കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ അച്ഛൻ ഇപ്പം വീണ്ടും മറുകണ്ഠം ചാടി ക്രിച്ചുവിൻ്റെ സപ്പോർട്ട് നിൽക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത കണ്ടു. ബിഷപ്പ് അങ്ങനെ ശരിയാണോ അത്? അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അച്ഛൻ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ അച്ഛനെ തന്നെയാണ് പരിഹസിക്കുന്നത്. അപ്പോൾ അത് ഒരു വിഷമമാണ് കാണുമ്പോൾ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സഹായിക്കുമ്പോൾ പുറത്തൊരാളെ സഹായിച്ചാലും അച്ഛനെ അത് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക, വേണ്ട രീതിയിൽ ചോദിച്ചതിന് ശേഷം. അച്ഛൻ എന്നല്ല, ഞാൻ പൊതുവെയുള്ള ഇപ്പോൾ 2 സെൻറ്റ് 5 സെൻറ്റും 10 സെൻറ്റും ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്, പണക്കാരായ ആളുകൾ. ഒരു ഏക്കർ കണക്കിനൊക്കെ ഈ സ്ഥലമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ 2, 3, 5 സെൻറ്റൊക്കെ പാവപ്പെട്ടവർക്ക് വീതിച്ച് കൊടുക്കുന്നുണ്ട് വീട് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്ഥലം കൊടുക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പണി പാലുമടത്തിൽ കിട്ടും, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ബൈ.